ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് ഒരു തമിഴ് ഡബ്ഡ് എറോട്ടിക് ഡ്രാമ ത്രില്ലർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് നോക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് തന്നെ സിനിമയിൽ കാണിക്കുന്നത് നായകൻ്റെയും നായികയുടെയും ബെഡ്റൂം സീനാണ്. കിടക്കയിൽ കിടന്നുകൊണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നായകന് വേറൊരു അഫെയർ ഉണ്ടാവും. ആ അഫെയർ ഈ നായികയോട് പറയാണ്, എനിക്കിങ്ങനെ ഒരു അഫെയർ ഉണ്ട്, എനിക്ക് ഡൈവോഴ്സ് വേണം. അത് കേട്ട് നായികയ്ക്ക് സങ്കടമാവുന്നതാണ്. പക്ഷേ നായികയ്ക്ക് വേറൊരു അഫെയർ ഉണ്ടാവും. നായകൻ്റെ സുഹൃത്തും പാർട്ട്ണറൊക്കെ ആയ വേറൊരാളായിട്ട് നായികയ്ക്ക് അഫെയർ ഉണ്ടാവും. അപ്പോൾ ഇവർ 3 പേരും, നായകന് ഈ ഒരു സംഭവം അറിയോ എന്നുള്ളതൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഒരു ദിവസം വീട്ടിൽ ഒത്തുകൂടാണ്. അതിനുശേഷം അവിടെ നടക്കുന്ന ക്രൈം മിസ്റ്ററി എന്ത് എന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു എറോട്ടിക് ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു ഒരു പ്രത്യേകത എന്നുള്ളത്. സിനിമയുടെ പേര് വരുന്നത് ഇവോൾ എന്നാണ്. സിനിമയുടെ പേര് വരുന്നത് ഇവോൾ. ലവ് തിരിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും? LOVE. തിരിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും? EVOL. ഇവോൾ. അതാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് മൂവിയാണ്. ഇപ്പോൾ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് കണ്ട സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത് എന്താണ് ഇവർ പറയുന്നത്, എന്താണ് സംഭവം, ഇതെന്താ ടൈം ലൂപ്പാണോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ ക്ലൈമാക്സിൽ എത്തിയ സമയത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നുള്ളതാണ്. ഇതിൽ കുറേ 3 വർഷം മുമ്പേ അങ്ങനെ കാണിക്കുന്ന കുറേ സീനുകളുണ്ട്. കുറേ ഫ്ലാഷ് ബാക്ക് സീനുകൾ കുറേ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പ്രസൻറ്റിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്. അവരാ എടുത്ത് വെച്ച ഒരു സംഭവം സ്റ്റാർട്ടിങ്ങിൽ ആ ക്യാമറ വർക്കും മ്യൂസിക്കും ഒക്കെ കിടിലായിരുന്നു. നമ്മളിങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് കാണാമെങ്കിൽ കിടിലായിരുന്നു അതൊക്കെ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയുടെ മേക്കിംഗ് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രസമുണ്ടായിരുന്നു സംഭവം. പക്ഷേ സ്ക്രീൻ പ്ലേ, കഥയും കുഴപ്പമില്ല. സ്ക്രീൻ പ്ലേ തിരക്കഥ ഒരു എൻഗേജിങ് അല്ലായിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്നുള്ളത്. അതുകൂടാതെ ഒരുപാട് വൾഗർ സീനുകൾ സിനിമയിലുണ്ട്. നമ്മളെ മൂടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരുപാട് വൾഗർ സീനുകൾ സിനിമയിലുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും ഫാമിലിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. ആ രീതിയിലാണ് ഈ സിനിമയിൽ ഓരോ സംഭവങ്ങളും എടുത്തു വെച്ചിട്ടുള്ളത്. നായികയും ഒക്കെ നല്ലോണം എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂടാക്കുന്ന സിനിമ, നമ്മളെ മൂടാക്കുന്ന സിനിമ, ആ ഒരു ഇടത്തിലൊക്കെ പെടുത്താത്ത ഒരു സിനിമയാണ്. അതായത് എറോട്ടിക് എന്ന് പറയാൻ കാരണം എറോട്ടിക് 18+ മൂവിയാണ്. തമിഴ് ഡബ്ബിങ്ങും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡുകളൊക്കെ വളരെ നീറ്റായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേ എൻഗേജിങ് അല്ലാതെ പോയി എന്നുള്ളതാണ്. ഏകദേശം 2 മണിക്കൂറിനടുത്ത് 1 മണിക്കൂർ 57 മിനിറ്റ് അങ്ങനെ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. എന്തായാലും വെറുതെ സമയം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. നമുക്ക് മൂടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സിനിമകളൊക്കെ 18+ സിനിമകളൊക്കെ 18+ ഇന്ത്യൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. അത്രയേ ഉള്ളൂ. എൻഗേജിങ് അല്ല, സ്ക്രീൻ പ്ലേ എൻഗേജിങ് അല്ല, പക്ഷേ മേക്കിംഗ് നന്നായിരുന്നു. പിന്നെ അതുകൂടാതെ ടെക്നിക്കൽ സൈഡുകളൊക്കെ നന്നായിരുന്നു എന്നുള്ളതാണ്. കണ്ടു നോക്കാം. ഓക്കെ, പെർഫോമൻസുകളൊക്കെ എല്ലാം വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ക്യാമറകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ രസമുണ്ടായിരുന്നു. ആ ക്യാമറയുടെ മൂവിങ്ങും അതിനനുസരിച്ച് ഇവരുടെ ഇതും കാര്യം അതൊക്കെ രസമുണ്ടായിരുന്നു അവർ ചെയ്ത്. അതാ ഞാൻ പറഞ്ഞത്, ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിരുന്നു. മറ്റുള്ള കാര്യങ്ങൾ, അതായത് മെയിനായിട്ട് സ്ക്രീൻ പ്ലേ എന്തായാലും കണ്ടു നോക്കാം. ഇവോൾ എന്നാണ് സിനിമയുടെ പേരുന്നത്. ഇവോൾ, EVOL. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രധാനം ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും